സ്തോത്രം ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി 16 അധ്യായം ഒന്ന് ഉറച്ചു വായിച്ചേ. അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗർ എന്ന പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മൾ ഈ വചനങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് ഗ്രഹിക്കണം. കാരണം ദൈവം അബ്രഹാമിന് കുഞ്ഞിനെ കൊടുക്കുമെന്ന് പറഞ്ഞ് സാറാ ദൂത് കേട്ട് ചിരിച്ചു. സാറായുടെ മനസ്സിൽ വന്നതാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ഹാഗർ. അബ്രഹാമിനോട് പറഞ്ഞ് ഇതിനോടൊപ്പം നിങ്ങൾ കഴിഞ്ഞ് അതിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ കിട്ടും. പക്ഷെ അബ്രഹാം നോക്കിയപ്പോൾ അതൊരു നല്ല കാര്യമാണോ? പക്ഷേ ദൈവത്തിന് അതൊരു നല്ല കാര്യമല്ല. ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഓരോ സഭകളിലും ഓരോ സ്തോത്രം ചർച്ച് ഓരോ മീറ്റിങ്ങിനും പോയിട്ട് വരുമ്പോൾ വളരെ ആത്മാർത്ഥമായി അവരോടൊപ്പം കഴിയുകയും പ്രസംഗിക്കുകയും വളരെ ദൂതുകളൊക്കെ അറിയിച്ച് സന്തോഷത്തോടെയാണ് നമ്മൾ അവിടെ നിന്ന് പാസ്റ്റർമാർക്ക് കൈ കൊടുത്ത് സന്തോഷത്തോടെ പിരിഞ്ഞു വരുമ്പോൾ റോഡ് നീളെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ആരാധിക്കാറുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ശുഭാകരണമാണ്. പക്ഷേ വീട്ടിൽ വരുമ്പോൾ സ്തോത്രം നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഭാര്യമാർ ഒന്ന് ചിരിക്കുകയോ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഞാനിത് ആരെ കുറ്റം പറയാൻ പറഞ്ഞതല്ല. ഇന്ന് സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്ലാനും പദ്ധതിയും അതാണ്. ഭർത്താക്കന്മാർ, അതായത് പാസ്റ്റർമാർ സ്തോത്രം ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഭാര്യമാർ വളരെ ഷാർപ്പോടിരുന്ന് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ സാത്താൻ ഭയങ്കര തന്ത്രപരമായിട്ട് ആ കുടുംബത്തിനകത്ത് ഇറങ്ങും. എന്നിട്ട് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: ഇന്നടുത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ നിൽക്കുന്ന ദുരാത്മാക്കൾ മൊത്തം എൻ്റെ ഭവനത്തിൽ കയറി വന്നു. എത്രയോ പാസ്റ്റേഴ്സിന് ഞാനായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ അടുക്കെ വളരെ സന്തോഷത്തോടെ അവർ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ അടുക്ക് അപ്പം പറഞ്ഞത് അതല്ല എൻ്റെ ശരിക്കുള്ള ഉത്തരം. കാരണം നമ്മളൊരു കൂട്ടുകുടുംബമാണ്. അതായത് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ രക്തക്കോട്ടയിൽ നമ്മൾ മറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആ രക്തക്കോട്ടയെയും പൊട്ടിച്ച് എങ്ങനെയാണ് സാത്താൻ അതിനകത്ത് കയറണേ? യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു എന്നാണ് സാത്താൻ വന്ന് കർത്താവിനോട് സംസാരിക്കുന്നത്. അപ്പോൾ യോബിന് ചുറ്റും വേലി ഈ സാത്താൻ എങ്ങനെ കണ്ടേ? ദൈവമല്ലേ ആ വേലി കെട്ടിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത് സ്തോത്രം വാതിൽക്കൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും, യേശുവിൻ്റെ രക്തം ചെയ്യാം. ഇത് എഴുതി വെക്കുകയും ചെയ്യും. ആ ഫോട്ടോസ് അല്ലെങ്കിൽ ആ വചനം അവിടെ ഇരിക്കുകയും ചെയ്യും. കുടുംബത്തിനകത്ത് ആടിയും കലവും. മക്കളൊരു സ്ഥലത്തിലടി, ഭാര്യ ഒരു സ്ഥലത്തടി. ഇത് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത്. കുറ്റമായിട്ട് നിങ്ങൾ കരുതരുത്. കാരണം ഒരു കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി വളരെ ശക്തമായി മക്കൾക്ക് വേണ്ടി കരഞ്ഞ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച ആൻറ്റിമാരാണ്. ഇന്ന് അവർക്കിത് പറ്റുന്നില്ല. ഇന്നവർ പറയുന്നത് വീട്ടിലെ ഭയങ്കര ജോലിഭാരം, മാറിയിട്ട് ഒരു 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 സമാധാനമില്ല എനിക്ക്. എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് സമാധാനമില്ല. എനിക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. 24 മണിക്കൂറും ജോലി. എൻ്റെ പഴയ പ്രാർത്ഥന പോയി, എൻ്റെ പഴയ അന്യഭാഷ പോയി, എൻ്റെ സ്തോത്രം ദൈവം തന്ന ആ വെളിപ്പാട് എന്നിൽ നിന്നും പോയി. എൻ്റെ പൊന്നെ, ഒന്നും പോയിട്ടില്ല. എല്ലാം അവിടെ തന്നെയുണ്ട്. സാത്താൻ നിന്നെ ചുറ്റിക്കുക. സാത്താൻ നിന്നെ ചുറ്റിക്കുന്നതിൻ്റെ കാരണം നിനക്ക് അകത്തളത്തിൽ ചിന്തയ്ക്കകത്ത് സംശയത്തിൻ്റെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ചിലർ പറയും എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല, ചിലർ പറയും എന്നെ ഇപ്പോൾ നോക്കുന്നില്ല. ഇപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ഭവനങ്ങളിൽ വന്നാൽ പോലും ചോറ് ഊരി വയ്ക്കാൻ പറയുമ്പോഴുള്ള മൗനം. ഒരു ചിരിയില്ല. ഒരു ചിരി മതി ഭർത്താവിന് എനർജി കിട്ടാൻ. അത് നിങ്ങൾക്കറിയോ? അത് പാസ്റ്റർ ആകട്ടെ, ആരോ ആകട്ടെ, എനിവേ ഒറ്റ ചിരി. എന്തുകൊണ്ട്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേ. അബ്രഹാമിനോട് സാറ വളരെ താഴ്മയോട് പറഞ്ഞപ്പോൾ അബ്രഹാം അത് കേട്ടു. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഇസ്മയിലിൻ്റെ ജനനം വന്നു, ഇസഹാക്കിൻ്റെ ജനനം വന്നു. ഈ 2 പേരുടെ ഇടയിലും പ്രശ്നമുണ്ടായി. അവസാനം ഈ പറഞ്ഞ സാറയുടെ സംഭാഷണം നിങ്ങൾ കേട്ടാ, ദാണ്ട ആഗറിനെയും കോച്ചിനെയും ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറക്കി വിട്ടോണം. പറഞ്ഞാട്ടല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ടോൺ മാറി. ഒരു പാസ്റ്ററുടെ, ഒരു തലമുറയുടെ മാതാവാ, അവരുടെ ടോൺ മാറി. കണ്ട, ഈ ഭാര്യയുടെയും ടോൺ മാറുമുണ്ടല്ലോ. എത്ര വലിയ പാസ്റ്റർ എന്ന് പറഞ്ഞാലും പെട്ടെന്ന് അവന് വിഷമമുണ്ടാകും.
കാരണം സ്തോത്രം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിപ്പണം കെട്ടവൻ അവൻ ഇവൻ എന്നൊക്കെ പറയുമ്പോൾ ആ പാസ്റ്റർമാരുടെ ഹൃദയത്തിൽ വരുന്ന ഒരു വേദനയില്ലേ, അത് ഭയങ്കര ഡേഞ്ചറായി മാറും. ഇത് സാത്താൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് കർത്താവിനോട് സംസാരിക്കും. നിന്റെ പ്രാർത്ഥിക്കുന്ന ഇന്നയാളെ ഇന്നത് സംസാരിച്ചില്ലേ. അതുകൊണ്ടല്ലേ സ്തോത്രം കർത്താവ് പറഞ്ഞു, ഇയ്യോബിനെ പോലെ നേരുള്ളവനും ഭക്തനും ഭൂമിയിൽ ആരുമില്ല. അന്നേരം സാത്താൻ എന്താ പറഞ്ഞേ, വെറുതെയാണോ നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുന്നത്? കണ്ട, അപ്പോൾ നീ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന നീ എന്ത് ചെയ്യുന്നുണ്ടെന്ന് സാത്താൻ നോക്കും. ആദ്യ കാലഘട്ടത്തിൽ നിന്റെ പ്രാർത്ഥനയായിരുന്നു സ്തോത്രം നിന്റെ പാസ്റ്ററിൻ്റെ ഏറ്റവും വലിയ വിജയം. നിന്ന് കത്തും. പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതും പ്രസംഗിക്കുമ്പോഴുണ്ടോ സ്റ്റേജിൽ നിന്ന് ആത്മാവിൻ്റെ തീ പുറപ്പെടുത്തുകൊണ്ടിരിക്കും. അത് ജനങ്ങൾക്ക് വളരെ പവർഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇന്ന് കിടക്കയിൽ പോലും കുറ്റപ്പെടുത്തുന്ന ഭാര്യമാരുണ്ട്. അതുകൊണ്ട് ഭാര്യമാരെ കുറ്റപ്പെടുത്തിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു കളയരുതേ. കാരണം നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ടൈമായി. ഹല്ലേലൂയ. എല്ലാ വിഷയത്തെയും പ്രാർത്ഥിച്ച് ജയിച്ച ആൻറ്റിമാർ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. പാസ്റ്റർമാർക്ക് ഭയങ്കര കൈത്താങ്ങലായിട്ട് നിന്ന ആൻറ്റിമാരുണ്ട്. സ്തോത്രം, ആമേൻ. ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെയായി എന്ന് ഫോൺ ചെയ്ത് ചോദിച്ച് അതിൻ്റെ റിസൾട്ട് അറിയുന്ന ആൻറ്റിമാരുണ്ട്. ഇന്ന് അവർക്ക് ഫോൺ വിളിക്കാൻ പേടി. കാരണം എന്തുവാ, ഈ പാസ്റ്ററിൻ്റെ അകത്ത് മൊത്തം കോപം കയറി. എന്ത് കാര്യം പറ. ഇവിടുത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എന്നാൽ വേറൊരു വിശ്വാസി വിളിക്കട്ടെ. സിസ്റ്റർ, സ്തോത്രം, ഇപ്പം എങ്ങനെയുണ്ട് സിസ്റ്റർ? ഇങ്ങനെയുണ്ട്. ഈ രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. സാത്താൻ നിന്നെയൊക്കെ രണ്ടെണ്ണത്തിനേ ഇട്ട് വട്ടം കറക്കിയ. ആമേൻ. ആകപ്പാട ഈ ഭൂമിയിൽ ഐക്യമത്തെ പെടുന്നത് ഭാര്യയും ഭർത്താവുക. അതിനകത്ത് ദൈവത്തിൻ്റെ തീ ഇറങ്ങുമെന്ന് സാത്താന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇയ്യോബിനെ തോപ്പിക്കാൻ പറ്റണില്ല അങ്ങേർക്ക് സാത്താന്. അവസാനം ഭാര്യയെ കയ്യിലെടുത്ത് ഭാര്യയുടെ ചിന്ത മുഖേന സംസാരിച്ചത് എന്താണ്? നീ ദൈവത്തെ തള്ളിപ്പറ. സ്തോത്രം. എന്നും നിങ്ങൾക്ക് പ്രാർത്ഥന, നിങ്ങൾക്ക് വീട്ടിലെ കാര്യവും അറിയണ്ട, റോട്ടിലെ എന്ത് പറയാൻ. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കപ്പാ, അങ്ങനെ പറയരുത്. ഒരു ദൈവദാസൻ്റെ ഭാര്യയാണോ, ഏതു കഷ്ടതയും സഹിക്കാൻ തയ്യാറായി നിന്ന് നോക്ക്. എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നോഹ ആ പെട്ടകം പണിഞ്ഞ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേ, ഭാര്യ, മക്കൾ, അവരുടെ ഭാര്യമാർ, ആരെങ്കിലും അവിടെ കൺട്രാക്ട് വിട്ടായിട്ട് പറഞ്ഞാൽ ഇല്ല. ആ നോഹ എന്ത് സംസാരിച്ചുവോ അതവർ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പെട്ടകം പണിഞ്ഞ് തീർന്നതിന് ശേഷം ദൈവം പറഞ്ഞതനുസരിച്ച് ഒത്തിരി മൃഗങ്ങൾ ഒത്തിരി അതിനകത്തുണ്ട്. ആ പെട്ടകത്തിനകത്ത് നാറ്റമുണ്ട്, സെൻറ്റിൻ്റെ മണമല്ല. അന്നേരം പറയണ വരുന്ന ഭാര്യ, ഇങ്ങനെ തലയ്ക്ക് കിറുക്കാണെന്നാണ് തോന്നുന്നത്, നമ്മൾ രക്ഷപ്പെടാനല്ലേ ഈ പെട്ടകം ദൈവം തന്നെ. ഒന്നും പറഞ്ഞില്ല അവർ. എന്താ, ഒരു വ്യക്തി, അതായത് ദൈവം കൊടുത്ത കാഴ്ചപ്പാടിൽ നിന്ന ആ വ്യക്തിയിൽ നിന്നും പ്രാപിച്ച ദൈവശക്തിയും ദൈവസ്നേഹവും ആ കുടുംബത്തിൽ മൊത്തവും ആ പെട്ടകത്തിനകത്ത് കയറ്റി. ഒരു ആമയും പറയാമോ? നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഒരു ദേശത്താക്കിയിരിക്കുന്നത് ഇത്രയും വലിയ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അവിടെ നീ സാത്താൻ ഇടം കൊടുക്കരുത്. പാസ്റ്റാൻറ്റി, പാസ്റ്റമ്മ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഒരുമിച്ചാൽ ഒരു ദേശം ദൈവത്തിനാൽ വിടിവിക്കപ്പെടും. എത്രയോ പാവികൾ നമ്മൾ പാസ്റ്റാൻറ്റി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ദൈവം നിങ്ങളെ വിളിച്ചേ. ഹല്ലേലൂയ. എത്രയോ സ്തോത്രം സഭകളിൽ പാസ്റ്റാൻറ്റിമാർ തെറ്റിപ്പോണതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ അവിടുത്തെ വിശ്വാസികളുടെ. എങ്ങനത്തെ വിശ്വാസികൾ? ആൻറ്റി, ഇന്നത്തെ പ്രാർത്ഥന എങ്ങനെയുണ്ട് ആൻറ്റി? പാസ്റ്ററിൻ്റെ ചില വാക്കുകൾ കണ്ട ആൻറ്റി. അപ്പം പറയണം, ഇറങ്ങ് സാത്താനെ. പത്രോസിൻ്റെ അടുത്ത് യേശു എന്താ പറഞ്ഞേ? സാത്താനെ എന്നെ വിട്ടുപോ. പത്രോസിനെ അല്ല, പത്രോസിൻ്റെ പുറകിൽ നിന്ന സാത്താനെ എന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് കുടുംബങ്ങൾ വന്ന് പാസ്റ്റർ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ കാണണം ഈ ആൻറ്റി വിളി എന്താണെന്ന്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ പറഞ്ഞത് സത്യമാണോ സത്യമല്ലോ എന്നൊക്കെ പറയാൻ പറ്റുമോ? എത്രയോ സഭകളിൽ എത്രയോ വ്യക്തികളാണെന്ന് അറിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിടണേ. അവർ ആത്മീയ ജീവിതമേ തെറ്റിപ്പോകുന്നു. ആൻറ്റി പറഞ്ഞ ദൂതിൽ എന്തോ ഉണ്ട് കേട്ടാ. ആൻറ്റി അന്നത്തെ പ്രവചനം പോലെയല്ലേ ആൻറ്റി ഇന്നത്തെ പ്രവചനം. കൺഫ്യൂഷൻ ഉണ്ടാക്കുക. കാരണം നിന്നെ ഒരു ദേശത്താക്കിയിരിക്കുന്നത് ഒരു സഭയുടെ പാസ്റ്ററാണെങ്കിൽ ആ പാസ്റ്ററിൻ്റെ വൈഫിനും അതേ ആലോചന ഉണ്ടായിരിക്കും, അതേ തീഷ്ണത ഉണ്ടായിരിക്കും, അതേ പ്രാർത്ഥന ഉണ്ടായിരിക്കും, അതേ ദൈവവുമായിട്ടുള്ള ആത്മീയ ബന്ധമുണ്ടായിരിക്കും. സാത്താൻ വളരെ തന്ത്രപരമായിട്ട് അതിനെ പൊളിക്കാൻ ശ്രമിക്കുകയും
ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞു, 2 പേര് ഐക്യതയിൽ നിന്ന സാത്താന് പൊളിക്കാൻ പറ്റില്ല. പക്ഷെ മൂന്നാമതൊരു വ്യക്തിയെ അതിനകത്ത് കയറ്റിയ പൊളിച്ച് കയ്യിൽ തരും. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെക്കെങ്കിലും ചിന്തിച്ച് നോക്കുക, നമ്മൾ മറ്റുള്ള കുടുംബങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ നമുക്ക് സമാധാനമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ തല്ലും പിടിപ്പും ഉണ്ടാക്കുന്ന കുടുംബത്തിലാണ് നമ്മളിന്ന് പ്രസംഗിച്ചിട്ട് വന്നേ. നമ്മൾ ഇവിടെ വരുമ്പോൾ അതിനേക്കാളും പ്രശ്നം. സ്തോത്രം. എന്ത് കാരണം? നമുക്ക് ഏറ്റവും കൂടുതൽ മധ്യസ്ഥത പ്രാർത്ഥിക്കുന്നത് സഭക്കാരല്ല, അത് ആണ്, പക്ഷെ നമ്മുടെ ഭാര്യയും മക്കളുമാണ്. അവർ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഭയങ്കര പവറാണ്. കാരണം കർത്താവ് അവർക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയേണ്ടത്, ആമീൻ, ആ തന്ത്രത്തെ കണ്ടുപിടിക്കണം. ഏതാ? ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിപ്പിക്കുന്ന. നിങ്ങൾക്ക് പ്രസംഗം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഏത് നേരം ഉപവാസമേ ഉള്ളൂ, എൻ്റെ കാര്യമല്ലേ നിങ്ങൾ തിരക്കണം? ഇല്ലല്ലോ. അങ്ങനെ പറയരുത്. ദൈവദാസനെ അല്ലെങ്കിൽ പാസ്റ്റർ ഇന്ന് ഉപവാസമാണോ, ഞാനും കൂടെ ഫാസ്റ്റ് ചെയ്യട്ടാ, ഒരുമിച്ച് ഫാസ്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങളങ്ങനെ സ്നേഹിച്ച് നോക്കുക. എന്തിനാണ് ഇത് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇതിൽ കേൾക്കുന്ന ആർക്കൊക്കെയോ ഉത്തരം തന്നുകൊണ്ടിരിക്കുക ദൈവം. ഭയപ്പെടരുത്. മനുഷ്യൻ യോജിപ്പിച്ചതല്ല, നിങ്ങളെ ദൈവമായി യോജിപ്പിച്ച്. പക്ഷെ മനുഷ്യൻ വേർതിരിച്ചു കൊടുക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ആദ്യം നീ നല്ല പ്രാർത്ഥനയും നല്ല ആത്മാവിൽ നിന്ന് അന്യഭാഷയിൽ സംസാരിച്ച് ഭർത്താവിന് വളരെ ആഴത്തിലിറങ്ങി നീ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന് നിന്നെ എന്തുകൊണ്ട് നിനക്കെന്നത് ചെയ്യാൻ പറ്റുന്നില്ല? പറയുന്നേ. ഒരു ചെറിയ വിഷയമുണ്ടെങ്കിലും നീ ഉടനെ വിളിച്ച് പറയും, പാസ്റ്റർ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സംഭവം നടക്കണേ, ഒന്ന് പ്രാർത്ഥിച്ച്, ഞാനും അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് പറയാൻ പറ്റാത്തേ? ഇപ്പോൾ എന്താ അത് ചെയ്യാൻ പറ്റാത്തേ? സ്തോത്രം. എവിടെയോ മാറിപ്പോയി. കണ്ടുപിടിക്കേ, നീ ജയിക്കും. സാറ ഒറ്റ വാക്ക് അബ്രഹാമിന് വല്ലാതെയായിപ്പോയി. ആ കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോകാൻ പറയുമ്പോൾ അബ്രഹാം സ്റ്റക്കായി നിൽക്കുമ്പോൾ തമ്പുരാൻ പറയണം, നീ ആ കുഞ്ഞിനെക്കുറിച്ച് ഭയപ്പെടണ്ട. നിൻ്റെ കുഞ്ഞല്ലേ? സാറ ഇപ്പോൾ പറയുന്നത് കേൾക്ക്. അങ്ങനെയാണ് രണ്ടാടയും ഒരു തുരുത്തി വെള്ളവുമായിട്ട് അങ്ങനെ നീറുന്ന മനസ്സോടുകൂടി പുറത്തു പോകണം. മൂത്ത മോനാ, പക്ഷെ അത് വാഗ്ദത്തം കുഞ്ഞല്ല. കണ്ട, അബ്രഹാമിനെ ദൈവം വിളിച്ചത് പുതിയ ജനറേഷൻ ഉണ്ടാക്കാനാണ്. നിങ്ങൾ ചിന്തിക്കേ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.